നമ്മുടെ മക്കളുടെ തെർബിയത്തിൽ അതിന് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അവരുടെ ദീനി വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ്. അവർക്ക് ദീനി വിദ്യാഭ്യാസം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് പരലോകത്ത് നമ്മൾ ഈ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉപകാരപ്പെടുന്നത് ദീനി വിദ്യാഭ്യാസം നേടിയിട്ടുള്ള സ്വാലിഹായിട്ട് ജീവിച്ച മക്കളാണ്. നമ്മളെല്ലാവരും ഇവിടുന്ന് പിരിഞ്ഞു പോകാനുള്ള ആളുകളാണ്. അപ്പോൾ നമുക്ക് ഇനി പോയിട്ട് മരിച്ചു പോയിട്ട് കിടക്കാൻ ഖബറുണ്ട്. ഖിയാമത്ത് നാൾ വരെ നമ്മൾ ആ ഖബറിൽ കഴിയേണ്ട ആൾക്കാരാണ്. അപ്പോൾ അന്ന് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് എന്ത്? നമുക്ക് മുറിഞ്ഞു പോകാത്ത ഒരു സൽക്കർമ്മമായിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണെന്ത്? വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, സ്വാലിഹായിട്ടുള്ള സന്താനം അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന. അപ്പോൾ അത് സ്വാലിഹായിട്ടുള്ള സന്താനം ആവണമെന്നുണ്ടെങ്കിൽ മാസം മാസം ശമ്പളം കൊടുക്കുന്ന അല്ലെങ്കിൽ ശമ്പളത്തിൽ നിന്നൊന്നും ചെലവിന് കൊടുക്കുന്ന മകനായ പോരാ. അത് അവനക്ക് ദുനിയാവിലെ ഉപകാരപ്പെടുള്ളൂ. മാസം മാസം ചെലവിന് തരുന്നുണ്ട്, ചിലവൊക്കെ നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട്, നല്ലോണം ഓരോ മക്കളും പൈസ കൊടുക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്താണ് സാധാരണ ചെലവിന് ആവശ്യത്തിനേക്കാളും കൂടുതൽ കിട്ടുന്നുണ്ടാവും. അത് ദുനിയാവിൽ സുഖിക്കാനുള്ള ഒരു കാരണം മാത്രമായിരിക്കും. എന്നാൽ ഖബറിങ്ക പോയി കഴിഞ്ഞാൽ ഖിയാമത്ത് നാളിൽ അതിന് ശേഷം അവിടെ നൃത്തത്തിന് ശേഷം സ്വർഗ്ഗ നരകത്തിനൊക്കെ തീരുമാനിക്കുന്നതിന് മുന്നേ നമുക്കത് ഉപകാരപ്പെടണമെന്നുണ്ടെങ്കിൽ, ആ മക്കൾ ഉപകാരപ്പെടണമെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വലാഹ് ഉണ്ടായിരിക്കണം, അവർ സ്വാലിഹീങ്ങളായിരിക്കണം. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൂടുതൽ പ്രയത്നിക്കേണ്ടത്. കാരണം അതാണ് നമ്മൾ ഈ ഇമാം